ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി. CBI കൂട്ടിലടച്ച തത്തയെന്നും CBI ആണ് അവസാന വാക്കെന്ന് വിശ്വസിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷ, ഒരുപക്ഷെ ശക്തമായ ഒരു ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് CBI അന്വേഷണം വേണമെന്ന ADM നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. നിലവിൽ തങ്ങൾക്ക് നിരവധി സംശയങ്ങളുണ്ട്, മരണം സംബന്ധിച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്, എല്ലാത്തിലും ഉത്തരം വേണം, ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ അതിർത്തിയുണ്ട് എന്ന് കുടുംബം അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ഒരു ആവശ്യത്തെ പോലും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, നേരത്തെ CPM നേതാക്കൾ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യം. കുടുംബം ആവശ്യപ്പെടുന്ന ഏതൊരു അന്വേഷണത്തെയും പാർട്ടി നേതൃത്വം പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കും എന്ന നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ ഘടകവും വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തെ തള്ളിപ്പറയുന്നു, ഒപ്പം തന്നെ ദിവ്യയെ സംരക്ഷിക്കാനുള്ള നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് CBI അന്വേഷണം വേണ്ട, CBI എന്ന് പറയുന്നത് കൂട്ടിലടച്ച സത്തയാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും വ്യക്തമാക്കുന്നുണ്ട്. കാരണം നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കൃത്യമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കണമെങ്കിൽ അത് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അന്വേഷണമായിരിക്കും കൃത്യമായ അന്വേഷണത്തിലേക്ക് എത്തിക്കുക എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബവും വിശ്വസിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് CPM നേതൃത്വം CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. പരസ്യമായി തന്നെ പാർട്ടി നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുമ്പോൾ അത് നവീൻ ബാബുവിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമല്ല പാർട്ടി നേതൃത്വം എന്ന് പരസ്യമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിന് തുല്യമാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാടിലേക്ക് പാർട്ടി ഘടകം കടക്കുന്നു. അതിന്റെ ആദ്യ പടി എന്ന് വേണം. പ്രത്യേകിച്ച് നവീൻ ബാബു മരണപ്പെട്ട് നിരവധി വിവാദങ്ങൾ കെട്ട് അടങ്ങുന്ന സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം നേരിട്ട് ദിവ്യയെ സംരക്ഷിക്കുന്ന ഘടകങ്ങളിലേക്ക് കടക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതും കേന്ദ്ര അന്വേഷണം പ്രത്യേകിച്ച് CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന CPMന്റെ പ്രസ്താവന അത് തികച്ചും അവർ ഒളിയമ്പിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് കുടുംബത്തോടൊപ്പം എന്ന് വ്യക്തമാക്കുമ്പോൾ മറുഭാഗത്ത് ദിവ്യയെ സംരക്ഷിക്കാനായി പാർട്ടിയുടെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നു. ആ ഇടപെടലുകൾ നടക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര ഏജൻസി അന്വേഷണവുമായി എത്തുന്നതിനെ എതിർക്കുന്നത് CPM നേതൃത്വം, CPM സംസ്ഥാന സെക്രട്ടറി എതിർക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. നവീൻ ബാബുവിനെ ആരെങ്കിലും കൊന്ന് കെട്ടിത്തൂക്കിയതാകാം എന്നുള്ളൊരു സംശയം അവർക്കുണ്ട്. അത്തരത്തിൽ ഈ പോലീസ് അന്വേഷണത്തിൽ പോലും തൃപ്തിയില്ല എന്നുള്ളൊരു കാര്യം അവർ ചൂണ്ടിക്കാട്ടിയതിനു ശേഷമാണ് CBI അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളൊരു കാര്യം, പോലീസ് അന്വേഷണം മന്ദഗതിയിലാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ CPM ഈ ഒരു നിലപാട് അറിയിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു CBI അന്വേഷണത്തെ പോലും ഭയക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ സൂചിപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നാൽ അത് പാർട്ടി തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി നേതാക്കളുടെ ഇടപെടൽ, ഈ പെട്രോൾ പമ്പ് വിഭാഗത്തിൽ അഴിമതി നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച വ്യക്തികളുടെ മേൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് പരസ്യമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിലൂടെ പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും പാർട്ടി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയക്കുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നാൽ അത് കൂടുതൽ CPM നേതാക്കളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിൽ തന്നെയാണ് CPM നേതൃത്വം നിലവിൽ
ഇത്തരം നിലപാടുമായി രംഗത്തെത്തുന്നത്. CBIയുടെ അന്വേഷണം ആവശ്യമില്ല, CBI കൂട്ടിലടച്ച തത്ത എന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്തുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ആവശ്യം. അത് സുതാര്യമാകണമെങ്കിൽ, അന്വേഷണം സുതാര്യമാകണമെങ്കിൽ കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്ന നിലപാട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. യെസ്, വിനീഷ തുടരുക. സുബിൻ തോമസ് കൂടി ചേർന്നുണ്ട്. സുബിൻ, MP ഗോവിന്ദൻ്റെ ഈ ഒരു പ്രതികരണം ഇങ്ങനെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം, അല്ലെങ്കിൽ ADMന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചത്? പ്രധാനമായും ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയം മുതൽ കുടുംബത്തിനൊപ്പമാണ് എന്നുള്ളൊരു നിലപാടാണ് CPM എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതേസമയം ആ ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം കുടുംബം മുമ്പോട്ട് വെക്കുമ്പോൾ ആ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ ആ ഒരു നിലപാട്. പ്രധാനമായും CBI അന്വേഷണത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് CBI എന്നത് അവസാന അന്വേഷണമല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഈ ഒരു CBI അന്വേഷണത്തെ സംസ്ഥാന CPM നേതൃത്വം എത്രത്തോളം സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം എന്നുള്ളത് CBI എന്നുള്ളത് ഈ കൂട്ടിലടച്ചിട്ട ഒരു തത്തയാണ് എന്നുള്ളത് സുപ്രീം കോടതി തന്നെ നേരിട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആ സമാനമായ നിലപാട് തന്നെ അദ്ദേഹം നിലവിൽ ഇപ്പോൾ ആവർത്തിക്കുന്നു. CBI കൂട്ടിലടച്ചിട്ട ഒരു തത്തയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം ഇത്തരത്തിൽ CBI ഒരു അന്വേഷണം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. നവീൻ ബാബു അതിനോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്നുള്ളത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് CPIM എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ കുടുംബം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ആ ഒരു ആവശ്യത്തെ CPIM സംസ്ഥാന നേതൃത്വം നിരാകരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രധാനമായും കോടതി പറഞ്ഞിട്ടുള്ളത് ആ ഒരു കേസ് ഡയറി പരിശോധിക്കണമെന്നുള്ളതാണ്. അതിൽ നിന്നും ഈ CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഈ പോലീസിന്റെ അന്വേഷണം അത് എത്രത്തോളം കാര്യക്ഷമമാണ് അല്ലെങ്കിൽ എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഡയറികൾ കോടതി പരിശോധിക്കട്ടെ, അതിനുശേഷം ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തട്ടെ. അങ്ങനെയെങ്കിൽ ആ കേസ് ഡയറി പരിശോധിച്ച ശേഷം CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം കോടതി മുമ്പോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പ്രധാനമായും MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം, അതായത് നവീൻ ബാബുവിന്റെ കുടുംബം മുമ്പോട്ട് വെച്ച ഒരു ആവശ്യം CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം പ്രധാനമായും, അല്ലെങ്കിൽ അത് CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം പ്രധാനമായും CPIM നേതൃത്വം തള്ളുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും തള്ളുന്നു എന്നുള്ളതാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. യെസ്, സുബിൻ, വിനീഷ് കൂടി ചേർന്നുണ്ട്. ഒരിക്കൽ കൂടി വിനീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അന്വേഷണത്തെ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ CPM ഭയക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, സംശയങ്ങളൊക്കെ തന്നെയും ശരിവെക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ ഈ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ, കേന്ദ്ര ഏജൻസികൾ ഇടപെട്ട് കഴിഞ്ഞാൽ CPMന്റെ ഉന്നത നേതാക്കളിലേക്ക് അടക്കം അന്വേഷണം എന്തു തന്നെയാലും ചെന്നെത്തും. അങ്ങനെയെങ്കിൽ നേരത്തെ ഉന്നയിച്ച, അല്ലെങ്കിൽ ADM നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്നുള്ള സംശയം കൂടുതൽ ശക്തമാകുന്ന, അല്ലെങ്കിൽ കൂടുതൽ അത് സ്ഥിരീകരിക്കാൻ തക്കവണ്ണമുള്ള ചില ഒരു കാര്യങ്ങളല്ലേ ഇപ്പോൾ വ്യക്തമാകുന്നത്. വിഷ്ണു, നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CPIയുടെ നിലപാടും CPMന്റെ നിലപാടും പരസ്യമായി തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. കാരണം നിലവിൽ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ്. പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM നിലവിൽ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ആരെയും CPM നേതൃത്വം ഭയപ്പെടുന്നുണ്ട്. കാരണം CBI അന്വേഷണം കൃത്യമായി നടന്നാൽ പാർട്ടി തലങ്ങളിലെ ഉന്നത നേതാക്കളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് പെട്രോൾ പമ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ ഇടപെട്ട വിഷയം, അവർക്ക് ഏത് തരത്തിലുള്ള പ്രഷറാണ് ഉണ്ടായത്, അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ചർച്ചകൾ വഴിവെക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദിവ്യയെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് CPM നേതൃത്വം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിക്ക് ഈ നിലപാട് സ്വീകരിച്ചേ മതിയാകൂ. പ്രത്യേകിച്ച് CBIയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് വേണം CPM നേതൃത്വം സ്വീകരിക്കേണ്ടത്. അങ്ങനെ ദിവ്യയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടിയിലെ ഉന്നത നേതാക്കൾ കുടുങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കുന്നതും
CPI നിലവിലെ സാഹചര്യത്തിൽ വിനീഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ഒരുപക്ഷെ CPM ആദ്യഘട്ടത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലപാട് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പോലും തള്ളിക്കൊണ്ട് ഇപ്പോൾ ഒരു നിലപാട് മുന്നോട്ട് വെക്കുന്നത് എങ്ങനെ വിലയിരുത്തുന്നു? ഇതിനകത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം വന്നാൽ ഇതിനകത്ത് പ്രമുഖരായ പലരും ഇതിനകത്ത് കുടുങ്ങും. കാരണം ഇതിന് ആദ്യം മുതലേ ഇതിനകത്ത് കാര്യങ്ങൾ അന്വേഷണം തെറ്റായ ദിശയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയ സമയം മുതൽ ഉണ്ടായ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആരുടെയും പെർമിഷൻ ഇല്ലാതെ, ആ കുടുംബത്തിന്റെ അനുവാദമില്ലാതെയാണ് അവർ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്. തുടർന്ന് നടന്ന മുഴുവൻ കേസുകളിലും ഉണ്ടായിരിക്കുന്നത് ദുരൂഹമായ കാര്യങ്ങളാണ്. കലക്ടറെ ഉൾപ്പെടെ സ്വാധീനിച്ചിരിക്കുന്നു. കലക്ടറെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ആണ് കാര്യങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്തി ഈ രീതിയിൽ പറയണം. അതായത് ദിവ്യക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി കളക്ടറെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ആ രീതിയിൽ കളക്ടർ സാക്ഷി പറയുന്നതും കളക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായിട്ടുള്ള ഒരു കേസാണിത്. ഈ കേസ് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും കൃത്യമായ അന്വേഷണം നടക്കില്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. CBI അന്വേഷിച്ചാൽ മാത്രമേ കൃത്യമായി, CBI അന്വേഷിക്കുമ്പോൾ ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. CPM ശക്തമായ ഒരു നിലപാടുണ്ട് ദിവ്യക്ക് വേണ്ടിയിട്ട്. CPM ശക്തമായ ഒരു നിലപാടുണ്ട് നവീൻ ബാബുവിനെതിരെ. നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി CPM-ന്റെ ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് ഈ CPM ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഉള്ള പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി മാർട്ടിൻ ജോർജ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി വിനീഷ ചേർന്നുണ്ട്. വിനീഷ, എന്ത് തന്നെയായാലും ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണുള്ളത്. അതിലേറെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത് ഈ പെട്രോൾ പമ്പിന് NOC നൽകുന്നത് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളൊക്കെ തന്നെയും അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളിൽ കൂടി കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്, കൂടുതൽ ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടാകുന്നത്. അതിനെല്ലാം കൂടി ഒരു ഉത്തരം വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുള്ള നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം അത് അതീവ പ്രാധാന്യത്തോടെ തന്നെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പക്ഷെ പാർട്ടി നേതൃത്വം ഭയക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായും ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തെ പൂർണ്ണമായും തള്ളുന്ന സമീപനം തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ CPM-ന്റെ പത്തനംതിട്ട ഘടകം, ജില്ലാ ഘടകവും പൂർണ്ണമായ പിന്തുണ കുടുംബത്തിന് നൽകുന്നു എന്ന് ആവശ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് പരസ്യമായി വ്യക്തമാക്കുമ്പോഴും കുടുംബം എന്താണ് ആവശ്യപ്പെടുന്നത് അതിന് വിപരീതമായ നിലപാടുകൾ തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് CPM-ന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും CPM ഈ ഒരു അന്വേഷണത്തെ ഭയക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം നിലപാടിലേക്ക് CPM നേതൃത്വം എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ അത് ദിവ്യയിൽ മാത്രം ഒതുങ്ങില്ല, അത് കൂടുതൽ CPM നേതാക്കളിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണ്ട, പ്രത്യേകിച്ച് CBI-യുടെ അന്വേഷണം വേണ്ട എന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വീകരിക്കുന്നത്. യെസ്, ADM നവീൻ ബാബുവിന്റെ ഭരണത്തിൽ CBI അന്വേഷണം തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആ വാക്കുകളിലേക്ക്. CBI അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടിക്കിടക്കുന്ന സത്തയാണെന്ന്. അത് വെറുതെ പറഞ്ഞല്ലോ, അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ. അവിടെ അതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. പാർട്ടിക്ക് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് CPM-നുണ്ട്. അതിലൊന്നും മാറ്റം ഞങ്ങൾ വരുത്തിയില്ല. അതായത് പറയാം മലയാളത്തെ ഞാൻ പറഞ്ഞത് CBI അന്വേഷണമാണ് എല്ലാറ്റിന്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ഇന്നലെയും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല, നാളെയും അംഗീകരിക്കില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന സത്തയാണ്. എന്തും പറയിപ്പിക്കാം, എന്തും ചെയ്യിപ്പിക്കാം. കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് CBI. അതിന്റെ ഭാഗം തന്നെയാണ് ED, അതിന്റെ ഭാഗം തന്നെയാണ് IT. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിലൊന്നും ഞങ്ങൾ മാറ്റം വരുത്തി ഞങ്ങൾ ധരിക്കണ്ടേ.
ADM നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ട CBI അന്വേഷണം എന്നുള്ള ആവശ്യമാണ് CPM ഇപ്പോൾ തള്ളുന്നത്. വി വിനീഷ്, സുബിൻ തോമസ് എന്നിവരാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.